ഹലോ, ഇന്ന് വ്യത്യസ്തമായ ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മ, ദ യംഗസ്റ്റ് മദർ ഇൻ ദ വേൾഡ്, അതാരാണെന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർ ഒത്തിരി പേര് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മ ഒരു പെറൂവിയൻ ചൈൽഡായിരുന്നു. ആ കുട്ടിക്ക് 5 വയസ്സ് കഴിഞ്ഞ് 5 വയസ്സും 7 മാസവും 21 ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. ആ അമ്മയുടെ പേരാണ് ലിന മെർസീല മെഡീന ഡി ജുറാഡോ. ഇതൊരു പെറൂവിയൻ കുട്ടിയാണ്, പെറൂവിയൻ നെയിമാണ്. അതാണ് നമുക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമ്മൾക്ക് ലിന മെഡീന എന്ന് പറയാം. ലിന മെഡീന ജനിച്ചത് 1933 സെപ്റ്റംബർ 23 ലിനായ്ക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ലിനായുടെ വയറിൽ എന്തോ അസുഖമാണെന്ന് വിചാരിച്ച്, അതായത് വയറ് വലുതായി വരുന്നത് കണ്ടിട്ട് എന്തോ അസുഖമാണെന്ന് വിചാരിച്ച് ലിനയുടെ മാതാപിതാക്കൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഡോക്ടേഴ്സ് ആദ്യം ഇതെന്തോ ട്യൂമറാണെന്ന് കരുതിയെങ്കിലും പിന്നീട് ഇത് പ്രഗ്നൻസി ആണെന്ന് പരിശോധനയിലൂടെ തിരിച്ചറിയുകയായിരുന്നു. അപ്പോൾ ലിന 7 മന്ത്സ് പ്രഗ്നൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 1939 മെയ് 14 ലിന ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകി. സിസേറിയൻ സെക്ഷനിലൂടെയാണ് കുട്ടിയെ ഡോക്ടേഴ്സ് പുറത്തെടുത്തത്. അത് തീരെ ചെറുപ്രായമായതുകൊണ്ടും നോർമൽ ഡെലിവറി അസാധ്യമായിരുന്നു. അതുകൊണ്ട് സിസേറിയൻ സെക്ഷൻ ചെയ്യുകയായിരുന്നു. ലിനായെ സർജറി ചെയ്ത ഡോക്ടറുടെ പേരിനോടനുബന്ധിച്ചാണ് കുട്ടിക്ക് ജെറാഡ് എന്ന പേര് നൽകിയത്. അപ്പം ഹെൽത്തിയായ ഒരു ബേബിയായിരുന്നു, ഹെൽത്തിയായി വളർന്നു വന്നു. എങ്കിലും കുട്ടിയുടെ പിതാവ് ആരാണെന്ന കാര്യത്തിൽ കുട്ടിക്ക് ലിനായ്ക്ക് ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ പറ്റിയില്ല. ലിനായുടെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. എങ്കിലും തെളിവുകളൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ പിന്നീട് വിട്ടയക്കുകയായിരുന്നു. അതുകൊണ്ട് ലിനയുടെ കുട്ടിയുടെ പിതാവ് ആരാണെന്നുള്ള കാര്യം ഇപ്പോഴും അജ്ഞാതമാണ്. കുട്ടി വളർന്നു വന്നപ്പോഴും ആദ്യമേയൊന്നും ലിന കുട്ടിയുടെ മാതാവാണെന്നുള്ള കാര്യം കുട്ടിയോട് പറഞ്ഞിരുന്നില്ല. ജെറാഡിന് 10 വയസ്സ് പ്രായമായപ്പോഴാണ് ലിനയാണ് തൻ്റെ മാതാവെന്നുള്ള കാര്യം ജെറാഡിനോട് വെളിപ്പെടുത്തുന്നത്. ജെറാഡ് എന്ന കുട്ടി ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു, ഹെൽത്തി ആയിട്ട് വളർന്നു. പക്ഷേ ജെറാഡിൻ്റെ 40ാമത്തെ വയസ്സിൽ ജെറാഡ് മരണപ്പെടുകയാണ് ഉണ്ടായത്. ബോൺമാരോ സംബന്ധമായ അസുഖം ആയിട്ട് 40ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ജെറാഡ് മരണപ്പെടുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജെറാഡിൻ്റെ മാതാവ് ലിന വിവാഹിതയാകുകയും മറ്റൊരു ആൺകുഞ്ഞ് കൂടി അവർക്ക് ജനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അധികം വർഷങ്ങൾ കഴിയുന്നതിന് മുന്നേ സഹോദരൻ ചെറുതായിരിക്കുന്ന പ്രായത്തിൽ തന്നെ ജെറാഡ് മരണപ്പെടുകയായിരുന്നു. ഇത്രയൊക്കെ വിവരങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു പുതിയ അറിവാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.